സച്ചിൻ സുരേഷ് മഞ്ഞപ്പടയുടെ ഗോൾ വലയത്തിനു മുന്നിലെ കാവൽക്കാരൻ. അതെ, ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാക്കാൻ നിയോഗിക്കപ്പെട്ടവൻ. ആരാധകർ ഏവരും ആശങ്കയോടെ നോക്കിക്കണ്ടവൻ. ISL ആദ്യ മത്സരം കേരളത്തിന്റെ റിസർവ് ടീമിൽ നിന്നും ഉണ്ടായ പിഴവുകളും വെച്ച് നോക്കുമ്പോൾ ലാറ ശർമ്മയും കരൺജിത് സിംഗിനെയും പോലെ എക്സ്പീരിയൻസ് ആയവർ ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലുള്ളപ്പോൾ സച്ചിനെ പോലെ ഒരാളെ ഗോൾ വല കാക്കാൻ ഏൽപ്പിച്ചതിൽ ആദ്യം ആരും ഒന്ന് നെറ്റിച്ചുളിക്കും. അതോടൊപ്പം അടുത്ത കാലത്തായി ആൽബിനോ ഗോമസിനെയും ഗില്ലിനെയും പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്ത് തിളങ്ങിയ ഗോൾ കീപ്പർമാരെ കണ്ടു നിൽക്കുന്ന മഞ്ഞപ്പടയുടെ ആരാധകർക്ക് സച്ചിൻ സുരേഷ് എന്ന മലയാളിയായ പുതുമുഖ ഗോൾ കീപ്പർ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കുറവ് തന്നെയായി കരുതി. അതിനെ ശരിവെക്കും വിധമായിരുന്നു സച്ചിൻ സുരേഷിന്റെ ആദ്യ ISL മത്സരം ബംഗളൂരു FCയുമായി. ചില സേവുകൾ നടത്തിയെങ്കിലും കണക്കുകൂട്ടലുകൾ പലതും പിഴച്ചിരുന്നു. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നൊരു അവസ്ഥ. രണ്ടാം മത്സരത്തിൽ സച്ചിൻ കളിക്കുമോ എന്ന് തന്നെ സംശയിച്ചു നിന്നു. എന്നാൽ ISLനു മുമ്പുള്ള ചില മത്സരങ്ങളിലെ സച്ചിന്റെ പ്രകടനം കണ്ട് വിശ്വാസമർപ്പിച്ച മഞ്ഞപ്പടയുടെ ആശാൻ ഇവാൻ യുക്കോനോവിച്ച് തങ്ങളുടെ ഗോൾ വല കാക്കാൻ സച്ചിനെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ജംഷഡ്പൂരിനെതിരെ നടന്ന തന്റെ രണ്ടാം ISL മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ കണ്ട സച്ചിനെ ആയിരുന്നില്ല മഞ്ഞപ്പട കണ്ടത്. പതർച്ചകൾ മാറി, പന്തടക്കവും പിഴയ്ക്കാത്ത ജഡ്ജ്മെന്റും ISLൽ തന്റെ രണ്ടാം മത്സരം മാത്രമാണ് എന്നതൊക്കെ മറന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലയത്തിന് മുന്നിൽ കൃത്യതയാർന്ന പ്രകടനം, മികച്ച സേവുകൾ, അതുപോലെ തന്നെ സഹതാരങ്ങളുടെ പാസുകൾ സ്വീകരിക്കുന്നതിലും തിരികെ പാസ് ചെയ്യുന്നതിലും കാണിച്ച കോൺഫിഡൻസ്. സച്ചിൻ എന്ന ഗോൾ കീപ്പർ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലയത്തിന് മുന്നിലെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. അതിനെ ശരിവെക്കും വിധത്തിലാണ് ഈ കഴിഞ്ഞ മത്സരത്തിൽ ജംഷഡ്പൂരിനെതിരെ 80-ാം മിനിറ്റിലെ സച്ചിന്റെ മികച്ചൊരു സേവ്. ഗോൾ എന്നുറപ്പിച്ച് ഗ്യാലറിയിൽ നിശബ്ദത പടർന്ന സമയം. എന്നാൽ മികച്ചൊരു ഡൈവിംഗിൽ പന്ത് തട്ടിയകറ്റി താൻ ആരാണെന്ന് മഞ്ഞപ്പടയുടെ ആരാധകർക്ക് കാട്ടിക്കൊടുക്കുകയായിരുന്നു സച്ചിൻ. അതെ, ദീർഘനാളുകൾക്ക് ശേഷം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വല കാക്കാൻ വിശ്വസ്തനായ ഒരു മലയാളി ഗോൾ കീപ്പർ എത്തിയിരിക്കുന്നു എന്ന് പറയാം. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.